വാർത്താ സന്ധ്യയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് മന്ത്രിസഭായോഗം ബഹിഷ്കരിക്കാൻ CPI. സർക്കാർ തിരുത്തും വരെ CPI മന്ത്രിമാർ വിട്ടുനിൽക്കും. തിങ്കളാഴ്ച ചേരുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് സെക്രട്ടേറിയറ്റ് തീരുമാനത്തിന് അംഗീകാരം നൽകും. സംസ്ഥാന സെക്രട്ടറിയേറ്റിന് ശേഷം മാധ്യമങ്ങളെ കണ്ട ബിനോയ് വിശ്വം രൂക്ഷമായ പ്രതികരണമാണ് നടത്തിയത്. എന്തു സർക്കാരെന്നും എവിടെയാണ് കൂട്ടുത്തരവാദിത്തം എന്നുമായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ ചോദ്യം. LDF ചർച്ച ഉണ്ടായിട്ടില്ല. അപ്പോൾ എവിടെയും ചർച്ച ചെയ്യാതെ, ആരോടും ആലോചിക്കാതെ, ഘടക പാർട്ടികളെയും മന്ത്രിസഭയെയും തന്നെ ഇരുട്ടിലാക്കിക്കൊണ്ട് ഇത്രയും ഗൗരവമേറിയ ഒന്നിൽ LDF ഗവൺമെൻറ്റിന് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് CPIക്ക് അറിയില്ല. ആ ഒപ്പിടൽ മുന്നണി മര്യാദകളുടെ ലംഘനമാണ്. അത്തരം ലംഘനം LDFിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ആ ജനാധിപത്യത്തിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ആശയങ്ങളെയും മൂല്യങ്ങളെയും മറന്നുകൊണ്ട് ഇപ്രകാരം പോകുന്ന ഈ ശൈലി തിരുത്തപ്പെടേണ്ട ഒന്നാണ്. അത് തിരുത്തിയേ തീരൂ. വിഷയം CPIയുമായി ചർച്ച ചെയ്യുമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചത്. ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടതുപക്ഷ പ്രസ്ഥാനം ഞങ്ങളുണ്ട്, CPI ഉണ്ട്. CPI ആണല്ലോ ഞങ്ങളുടെ മുന്നണിയിലെ ഏറ്റവും പ്രബലമായ ഒരു ഇടതുപക്ഷ പാർട്ടി. സ്വാഭാവികമായിട്ടും ഞങ്ങളും അവരൊക്കെ ആയിട്ട് ചർച്ച ചെയ്ത് ആ കാര്യങ്ങളെല്ലാം പരിഹരിക്കും. ഞങ്ങൾക്ക് സംശയമുള്ള ഭരണപരമായ പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് സ്വീകരിക്കാൻ ചെയ്യും. പക്ഷേ ഇതെന്താ ഉണ്ടായതെന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ CPI ഉൾപ്പെടെ ഞങ്ങളെല്ലാം യാതൊരു തരത്തിലുള്ള മുൻവിധിയും ഇല്ലാതെ ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് സ്വീകരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ടേക്ക് പോവുക തന്നെ ചെയ്യും. ശ്രീജിത്ത് ചെയ്യുന്ന ഏറ്റവും പുതിയ ശ്രീജിത്ത്, ഏത് CPI എന്ന MV ഗോവിന്ദന്റെ ചോദ്യത്തിന് എന്ത് സർക്കാർ എന്ന് തിരിച്ചടിച്ച് ബിനോയ് വിശ്വത്തിന്റെ മറുപടി കൊള്ളാം. സ്കോർ ബോർഡിൽ 1-1. പക്ഷേ ഈ മന്ത്രിമാർ ബഹിഷ്കരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ തീരുമാന പ്രഖ്യാപനം ഉണ്ടാവാത്തത് എന്താണ് ശ്രീജിത്ത്? ഹാഷ്മി, മന്ത്രിമാരെ PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട ധാരണാപത്രത്തിൽ നിന്ന് സർക്കാർ തിരുത്തി പിന്നോട്ട് പോകുന്നത് വരെ മന്ത്രിമാരെ ക്യാബിനറ്റ് യോഗത്തിൽ പങ്കെടുപ്പിക്കേണ്ടതില്ല എന്നാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനം. ഈ കാര്യം അറിയിച്ചുകൊണ്ട് CPIഎമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിക്കും മുഖ്യമന്ത്രിക്കും LDFിൻ്റെ കൺവീനർക്കും CPI കത്ത് നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു തിരുത്തൽ വരുത്തുന്നവരെ CPI മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് തന്നെയാണ് തീരുമാനം. ഈ കാര്യത്തിൽ CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ഒരു കൃത്യമായ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയില്ല. കാരണം CPIയുടെ നയപരമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ബോഡി, ഏറ്റവും ഉയർന്ന സംഘടനാ സംവിധാനം സംസ്ഥാന എക്സിക്യൂട്ടീവാണ്. അതുകൊണ്ടാണ് സംസ്ഥാന എക്സിക്യൂട്ടീവ് കഴിയുന്നവരെ ആ തീരുമാനം പരസ്യമായി പ്രഖ്യാപിക്കാത്തത്. എന്നാൽ നമ്മൾ 24 പുറത്തുവിട്ട വാർത്ത CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നിഷേധിച്ചില്ല. 27 കഴിയട്ടെ, 27-ന് ശേഷം 27-ലെ എക്സിക്യൂട്ടീവ് കഴിഞ്ഞ് തീരുമാനം പറയാം എന്നാണ് ബിനോയ് വിശ്വം പറയുന്നത്. 27-ന് CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ആലപ്പുഴയിലാണ് ചേരുന്നത്. അന്ന് ഈ PMC പദ്ധതിയുടെ കാര്യത്തിൽ തിരുത്തുന്നില്ലെങ്കിൽ മന്ത്രിമാരെ ക്യാബിനറ്റ് യോഗത്തിൽ പങ്കെടുപ്പിക്കേണ്ടതില്ല എന്നതടക്കമുള്ള തീരുമാനം CPI പ്രഖ്യാപിക്കും. ആ സംഘടനാപരമായ തീരുമാനങ്ങളെ സാങ്കേതികത കൊണ്ടാണ് ഇപ്പോൾ തീരുമാനം പ്രഖ്യാപിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഹാഷ്മി, ശ്രീജിത്ത്, ഈ PMC പദ്ധതി നടപ്പാക്കുന്നതിലൂടെ NEP നടപ്പാക്കണമെന്ന് അർത്ഥമില്ല എന്ന് മന്ത്രി V ശിവൻകുട്ടി പറയുന്നത് ശരിയല്ലെന്ന് മന്ത്രി V ശിവൻകുട്ടിക്കും അറിയാം. അതുമായി ബന്ധപ്പെട്ട് വായിച്ചവർക്കെല്ലാം അറിയാം. കേന്ദ്ര സർക്കാരിന്റെ ഈ പദ്ധതി വായിച്ച എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അത് ബിനോയ് വിശ്വത്തിനും അറിയാം. എന്നിട്ടും V ശിവൻകുട്ടി പറയുന്നത് V ശിവൻകുട്ടി ഞങ്ങളുടെ മന്ത്രിയാണ്, ഞങ്ങളുടെ മന്ത്രി പറയുന്നത് ഞങ്ങൾക്ക് വിശ്വാസമാണ് എന്നൊക്കെ ബിനോയ് വിശ്വം പറയുന്നത് എന്തുകൊണ്ടാണ് ശ്രീജിത്ത്? NEP നടപ്പിലാക്കുക എന്നത് NEP എന്നത് PMC പദ്ധതിയുടെ ആത്മാവാണ് എന്നാണ് ഇന്ന് രാവിലെ വരെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞത്. അപ്പോൾ PMC പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടാൽ പിന്നീട് NEPയിൽ നിന്ന് എങ്ങനെ മാറി നിൽക്കാൻ കഴിയും എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമായിട്ടുള്ളത്. ആ ചോദ്യത്തിന് ഇപ്പോഴും CPIയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് കൃത്യമായ ഉത്തരവില്ല. ഈ രീതിയിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. അദ്ദേഹം കാവ്യാത്മകമായും തത്വചിന്താപരമായൊക്കെ പറയുന്നു എന്നതിനപ്പുറത്തേക്ക് കടന്ന് ഈ NEPയുടെ വിഷയത്തിൽ
വി ശിവൻകുട്ടി പറയുന്നതിനെ ശരിവെക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ NEP എന്നത് ഈ PMC പദ്ധതിയുടെ ഇൻ്റഗ്രൽ പാർട്ടാണ്, അവിഭാജ്യ ഘടകമാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാം. ധാരണാപത്രത്തിൽ ഒപ്പിട്ടിട്ട് ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ സ്വീകാര്യമാവൂ എന്നത് CPI നേതാക്കൾ തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. അക്കാര്യത്തിൽ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണത്തിൽ വേണ്ടത്ര വ്യക്തതയില്ല. എന്നാൽ ശിവൻകുട്ടി ആകട്ടെ വിദ്യാഭ്യാസ നയം ഈ രീതിയിൽ നടപ്പിലാക്കില്ല എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൻ്റെ അവസാന ഭാഗത്ത് ഒരു പരാമർശമുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയത്തെ എല്ലാ കാലത്തും എതിർക്കാൻ കഴിയില്ല, ഒരു ഘട്ടത്തിലൊക്കെ അതിനോട് യോജിക്കേണ്ടി വരും. അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൽ നിന്ന്, ഒരു CPIMൻ്റെ മന്ത്രിയിൽ നിന്ന്, വി ശിവൻകുട്ടിയിൽ നിന്നുണ്ടായിരിക്കുന്ന പ്രതികരണം എന്ന് പറഞ്ഞാൽ ദേശീയ വിദ്യാഭ്യാസ നയത്തോട് യോജിക്കേണ്ടി വരും എന്നാണ്. അപ്പോൾ ധാരണാപത്രത്തിൽ ഒപ്പിടുമ്പോൾ ഈ യോജിക്കേണ്ടി വരും എന്ന കാര്യം പറയുമ്പോൾ അതും CPI അപ്പോൾ തങ്ങൾക്ക് വേണ്ടത് മാത്രം കേൾക്കുകയും ശിവൻകുട്ടി പറഞ്ഞ അവസാന ഭാഗത്തെ കാര്യങ്ങൾ കേൾക്കാതിരിക്കുകയും ചെയ്യും, സൗകര്യപ്രദമായി കേൾക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ശൈലിയാണ് ഇപ്പോൾ ബിനോയ് വിശ്വത്തിൻ്റെ പ്രതികരണത്തിലൂടെ വ്യക്തമാകുന്നത്. എങ്കിൽ പോലും CPIയുടെ മറ്റു നേതാക്കൾ അല്ലെങ്കിൽ മറ്റ് നേതാക്കളാരും ഇത് അനുവദിച്ചു കൊടുക്കാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സംസ്ഥാന സെക്രട്ടറിയിൽ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച പോലെ മുഖ്യമന്ത്രി അറിയാതെയല്ല ഈ പദ്ധതിയുമായി ഒപ്പിടാൻ വിദ്യാഭ്യാസ വകുപ്പ് പോയത്. മുഖ്യമന്ത്രി അറിയാതെ അനങ്ങാൻ പോലും തയ്യാറാവാത്ത മന്ത്രിയാണ് വി ശിവൻകുട്ടി. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ടതില്ല എന്നതാണ് CPIയിലെ ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനം. ആ തീരുമാനത്തിന് ബിനോയ് വിശ്വത്തിന് വരും ദിവസങ്ങളിൽ വഴങ്ങേണ്ടി വരും. അതിനിപ്പുറത്തേക്ക് CPIM വെച്ചു നീട്ടുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒരു സമവായ സാധ്യതകൾ ആരായാൻ രണ്ട് പാർട്ടികൾ ശ്രമിക്കും. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിക്കേണ്ടത് CPIയുടെ കൂടി ആവശ്യമാണ്. കാരണം അവരുടെ പ്രാദേശിക തലത്തിലെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തണമെങ്കിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPIMൻ്റെ സഹകരണം കൂടിയേ തീരൂ. പടഹദ്ദുനിയുമായി വന്ന CPI പൂച്ചയെ പോലെ മെരുങ്ങുന്നത് ഇപ്പോഴല്ല, പലയാറും നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഇക്കുറിയും അതുപോലെ ഉണ്ടാകുമോ എന്നാണ് ചോദ്യം. ശ്രീജിത്ത്, ഇവിടെ ഈ പദ്ധതിയിൽ ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിനകത്തൊരു പിന്നടത്തമില്ല എന്ന് MV ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമായി പറയുന്നു. വി ശിവൻകുട്ടി എന്ത് NEPക്ക് എന്താണ് കുഴപ്പം എന്നുകൂടി ഒരുപടി കൂടി കടന്നു ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നടത്തമില്ല. അപ്പോൾ ഇനി അനുനയം എങ്ങനെയെന്നാണ് CPIയുടെ പ്രതീക്ഷ? അനുനയത്തെപ്പറ്റി, അതായത് ഈ PMC പദ്ധതിയിൽ ഒപ്പിട്ട നടപടിയിൽ നിന്ന് പിന്മാറണം, ദേശീയ വിദ്യാഭ്യാസ നയം സ്വീകരിക്കുന്നത് തിരുത്തണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഒപ്പം തന്നെ TP രാമകൃഷ്ണൻ LDF കൺവീനർക്കും കത്ത് നൽകിയിരിക്കുന്നത്. ഈ കത്ത് LDFിൻ്റെ മുന്നിലുണ്ട് എന്നാണ് ബിനോയ് വിശ്വം ഇതേപ്പറ്റിയുള്ള ചോദ്യത്തിന് നൽകിയ മറുപടി. ആ കത്തിന്മേൽ CPIM എന്ത് തീരുമാനമെടുക്കും എന്നതിനെക്കുറിച്ച് തങ്ങൾക്കറിയില്ല, തങ്ങളുടെ നിലപാടുമായി മുന്നോട്ട് പോകും. ഈ PMC പദ്ധതി ഈ അർത്ഥത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയം സ്വീകരിച്ചുകൊണ്ട് നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്നു. മാത്രമല്ല CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാക്കന്മാരോ ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകും എന്നതിൻ്റെ ചെറിയ ലാഞ്ചന പോലും നൽകിയിട്ടില്ല എന്ന് കൂടി ഓർക്കണം. അപ്പോൾ വി ശിവൻകുട്ടി മാറി മാറി പറഞ്ഞ കാര്യങ്ങളിൽ തങ്ങൾക്ക് സ്വീകാര്യമായ സൗകര്യപ്രദമായ ഒരു കാര്യത്തെ എടുത്തു പിടിച്ചുകൊണ്ട് മാത്രമാണ് ചെറിയ പ്രതിരോധമെങ്കിലും തീർക്കാൻ ബിനോയ് വിശ്വം ശ്രമിക്കുന്നത്. അത് LDFിൻ്റെ പൊതു നന്മയെ കരുതി എന്നുള്ള ഒരു ഭാഷ്യമാണ് അദ്ദേഹം ഇതിലൂടെ ചമയ്ക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ അതിനപ്പുറത്തേക്ക് ഗൗരവമുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ PMC പദ്ധതിയുടെ അവിഭാജ്യ ഘടകമായ അതിൻ്റെ ആത്മാവായ ദേശീയ വിദ്യാഭ്യാസ നയത്തെ സ്വീകരിക്കാതെ മുന്നോട്ട് പോകാൻ സർക്കാരിന് കഴിയില്ല. അല്ലെങ്കിൽ ഒപ്പുവെച്ച ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറുന്നതായി സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെ അറിയിക്കേണ്ടതുണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ഊറ്റം കൊള്ളുന്ന അല്ലെങ്കിൽ കൃത്യമായ തീരുമാനം, കർശനമായ തീരുമാനം തുടങ്ങിയ ഊറ്റം കൊള്ളുന്ന മൂല്യങ്ങളൊന്നും എടുത്തു പിടിക്കാൻ പിന്നീട് കഴിയാതെ പോകും. NEP ദേശീയ വിദ്യാഭ്യാസ നയത്തിന് അനുസൃതമായി തന്നെയാണ് PMC എന്ന് പറയുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം കൂടിയാണ്. ശ്രീജിത്ത്, ഇവിടെ MV ഗോവിന്ദൻ്റെ വാർത്താ സമ്മേളനത്തിലേക്ക് വന്ന് MV ഗോവിന്ദൻ പറയുകയാണ്, ഇടതുപക്ഷ നയം നടപ്പാക്കുക എന്നത് മനസ്സിലാക്കാൻ EMS 1967 പറഞ്ഞത് പഠിക്കണം. മുതലാളിത്തത്തിൻ്റെയും ഭൂപ്രഭുത്വത്തിൻ്റെയും സാമ്രാജ്യത്വത്തിൻ്റെയും വർഗ്ഗഘടനയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലുമുള്ളത്, അല്ലാതെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അല്ല. ഇടതുപക്ഷ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ കൂടി അതിൻ്റെ അർത്ഥം ഒരു സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിലേക്ക് നമ്മൾ പോയി എന്നല്ല. ജനകീയ ജനാധിപത്യ വിപ്ലവത്തിലേക്ക് പോലും ഇതുവരെ പോകാത്തൊരു സംസ്ഥാനമാണിത്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തുന്ന പല മുദ്രാവാക്യങ്ങളും ഭരണപരമായി സാധിച്ചതുമല്ല എന്ന് പറഞ്ഞാൽ LDF നയം LDF സർക്കാർ നടപ്പാക്കാൻ കഴിയില്ല എന്ന് വിചിത്രവാദം പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയുകയാണ്. MV ഗോവിന്ദൻ NEPക്ക് എന്താണ് കുഴപ്പമെന്ന് പറയുകയാണ്. ശ്രീജിത്ത്, പോയ 4 വർഷങ്ങൾ ഇത് മൊത്തം RSSൻ്റെ പ്രചാരവേലയാണ്, RSSൻ്റെ അജണ്ട നടപ്പാക്കാനുള്ള പ്രൊപ്പഗണ്ട പണിയാണ് എന്ന് ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരുന്ന എന്ന് പഠന ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന പീപ്പിൾസ് ഡെമോക്രസിയിലും ദേശാഭിമാനിയിലും ആവർത്തിച്ച് എഴുതിക്കൊണ്ടിരുന്ന ഒരു പാർട്ടിക്ക് രാഷ്ട്രീയ മറുപടിയാണോ നമ്മൾ കേട്ടതൊക്കെ? ശ്രീജിത്ത്, ഹാഷ്മി, AK സെൻട്രലിൽ കേട്ടത് താത്വികമായ മറുപടിയാണെങ്കിൽ ഇവിടെ CPIയുടെ സംസ്ഥാന ആസ്ഥാനത്ത് നടന്നത് ഒരു അല്പം കാവ്യാത്മകമായ മറുപടിയാണ്. ഇത് രണ്ടും തമ്മിൽ പ്രായോഗികമായി പുലബന്ധം പോലുമില്ല. ഈ രണ്ടുപേരും അത്തരത്തിലൊരു പ്രായോഗികവാദികളുമല്ല. MV ഗോവിന്ദൻ പോലീസ് മർദ്ദനം നടക്കുമ്പോഴുള്ള ചോദ്യത്തിന് മറുപടി പറഞ്ഞാലും ഇത് തന്നെയാണ് ആവർത്തിക്കുന്നത്. ഈ കേരളത്തിൽ LDF സർക്കാർ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭരണകൂടത്തിൻ്റെ LDF പൂർണ്ണമായി അധികാരത്തിലിരിക്കുന്നു എന്ന് പറയാൻ കഴിയില്ല. ഭരണകൂടം അപ്പോൾ പൂർണ്ണമായും മാറുന്നില്ല, അതിൻ്റെ മർദ്ദനോപാധികളും മറ്റും അതേപടി നിലനിൽക്കുകയാണ് എന്ന ഒരു വിദണ്ഡവാദമാണ്
വാദമാണ്, അല്ലെങ്കിൽ പാർട്ടി ക്ലാസുകൾ ഉന്നയിക്കാവുന്ന ഒരു വാദമാണ് എം വി ഗോവിന്ദൻ ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്താത്. അതേ വാദത്തിൻ്റെ ഒരു മറ്റൊരു വശമാണ് ഇപ്പോൾ LDF സർക്കാർ കാര്യത്തിൽ 67 EMS പറഞ്ഞത് കേൾക്കണമെന്നൊക്കെ അദ്ദേഹം പറയുന്നത്. അതായത് സർക്കാർ LDF ആണെങ്കിലും പൂർണ്ണമായി LDF നയങ്ങൾ നടപ്പിലാക്കാൻ കഴിയാത്ത പരിമിതി ഉണ്ട് എന്ന് താത്വികമായി പറഞ്ഞു വെക്കുകയാണ്. എന്നാൽ ആഷ്മി സൂചിപ്പിച്ച പോലെ നാളിതുവരെ ഊറ്റം കൊണ്ടിരുന്ന വർഗീയ വിരുദ്ധത, സംഘപരിവാർ വിരുദ്ധത, അല്ലെങ്കിൽ ദേശീയ വിദ്യാഭ്യാസത്തിനെതിരായ വിമർശനം, ഈ കാര്യങ്ങളൊക്കെ അപ്പടി വിഴുങ്ങിക്കൊണ്ടുള്ള ഒരു സമീപനം സ്വീകരിക്കുമ്പോൾ ഉയർത്തുന്ന വിദണ്ഡ വാദങ്ങൾക്കപ്പുറത്തേക്ക് ഈ എം വി ഗോവിന്ദനോ അല്ലെങ്കിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമോ ഉന്നയിച്ച വാദങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല എന്നതാണ് വസ്തുത. CPM CPI തർക്കത്തിന്റെ ഒരു മുന്നോട്ട് പോക്ക് എങ്ങനെയാകും എന്ന് പറഞ്ഞാൽ CPM അറിയാത്തതല്ല, LDF പ്രധാനപ്പെട്ട കക്ഷിയാണ് CPI എന്നറിയാത്തതല്ല. CPI പരസ്യമായി എതിർപ്പുന്നയിക്കുമ്പോൾ അവരെ ഒരു മേശയ്ക്ക് ഇരുപുറം വിളിച്ചിരുത്തി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതാണ്, അല്ലെങ്കിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ്. ഒന്നുമല്ലെങ്കിൽ CPIയുടെ വിയോജിപ്പോടെ MOയിൽ ഒപ്പിടുന്നു എന്ന് പ്രഖ്യാപിക്കേണ്ടത് CPIയുടെ രാഷ്ട്രീയ അഭിമാനത്തിന് വേണ്ടതാണെന്ന് അറിയാത്തതല്ല CPM. ഇതൊന്നും ഉണ്ടായില്ല. ഒരു രാത്രി അങ്ങ് ഒപ്പിട്ടു, ആരും അറിഞ്ഞില്ല, CPI പോലും അറിഞ്ഞില്ല. ഇപ്പോൾ CPIയുടെ മുഖപത്രത്തിൽ എഴുതുന്നത് ഒപ്പിട്ടു എന്ന എവിടെയോ കേട്ടമട്ടിൽ എഴുതേണ്ടി വരുന്ന ഗതികേട് ഉണ്ടാവുന്നു. ഈ തർക്കത്തിന്റെ CPM CPI തർക്കത്തിന്റെ മുന്നോട്ട് പോക്ക് എങ്ങനെയാകും ശ്രീജിത്ത്? ഹാഷ്മി, CPM CPI തർക്കം ഇടതുപക്ഷ സർക്കാരുകളുടെ ഭരണകാലത്തും അല്ലാത്തപ്പോഴും വളരെ സജീവമായി നടക്കുന്ന ഒരു കാര്യമാണ്. ഇടവേളകളിലെല്ലാം ഇത്തരം CPM CPI തർക്കങ്ങൾ ഉടലെടുക്കാറുണ്ട്. ഏറ്റവും ഒടുവിൽ പൂരം കലക്കൽ വിവാദത്തിലും ഒപ്പം തന്നെ ബ്രൂവറി വിഷയത്തിലുമാണ് CPM ഉം CPIയും ഏറ്റുമുട്ടിയത്. അതിൻ്റെ പരിണതി എന്താണ് എന്ന കാര്യം നമ്മൾ കണ്ടതാണ്. ബ്രൂവറി വിഷയത്തിൽ CPIയുടെ ആസ്ഥാനമായ MN സ്മാരകത്തിൽ നടന്ന യോഗത്തിൽ വെച്ചാണ് CPIM ബ്രൂവറിയുടെ വഴിയിലേക്ക് CPIയെ വഴി നടത്തിച്ചത്. അതായത് കുടിവെള്ളത്തിന് പ്രശ്നമില്ല, കൃഷിക്ക് ആവശ്യമായ വെള്ളത്തിന് പ്രശ്നമില്ലാതെ പദ്ധതി നടപ്പിലാക്കുമെന്ന് CPIയെ കൊണ്ട് സമ്മതിപ്പിച്ചാണ് ഇവിടെ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും CPIM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മടങ്ങിയത്. അതുപോലെ തന്നെ ഒരു സമവായം ഇക്കാര്യത്തിലും ഉരുത്തിരിയണം എന്ന് CPIM ആഗ്രഹിക്കുന്നെങ്കിലും ഇപ്പോൾ അതിനുള്ള ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. എങ്കിൽ പോലും സാഹചര്യം അടുത്തു വരുന്നുണ്ട്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. താഴെത്തട്ട് മുതൽ ഇങ്ങോട്ട് ജില്ലാ പഞ്ചായത്ത് വരെ CPIയുടെ കക്ഷികൾക്ക് പ്രതിനിധികൾക്ക് ജയിച്ചു വരണമെങ്കിൽ CPIMന്റെ സഹായം അനുപേക്ഷണീയമാണ്, അനിവാര്യമാണ്. അപ്പോൾ അവർക്ക് അത്തരമൊരു സാഹചര്യത്തിൽ താഴെത്തട്ടിലുള്ള അവരുടെ സമ്മർദ്ദം കൂടി പാർട്ടി നേതൃത്വത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു സമവായത്തിൻ്റെ ഫോർമുല എവിടെയെങ്കിലും വെച്ച് കണ്ടെത്താൻ ഇരു പാർട്ടികളും നിർബന്ധിതരാകും. അങ്ങനെ ഒരു ഫോർമുല ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉരുത്തിരിയുമെന്ന പ്രതീക്ഷയിലാണ് CPIM മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ തങ്ങളുടെ നിലപാടിൽ കടികട പോലും വ്യത്യാസമില്ല എന്ന് പറയുന്നത്. എന്നാൽ CPI ആകട്ടെ സമവായത്തിന് ഒരു വഴി തുറക്കാൻ വേണ്ടി വി ശിവൻകുട്ടിയുടെ പ്രസ്താവനയിലെ ഒരു ഭാഗത്തിൽ പ്രതീക്ഷയോടെ കാണുകയും ചെയ്യുന്നു. ശ്രീജിത്താണ് എം വി ഗോവിന്ദന്റെ ബിനോയ് വിശ്വത്തിന്റെ വാർത്താ സമ്മേളനത്തിന്റെ വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ 1000 കോടി 1000 ചില്ലുവാനം കോടി നമുക്കുണ്ട്, അത് കിട്ടാൻ വേണ്ടി ഒപ്പിടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ധാരണാപത്രം ഒപ്പിട്ടാൽ ഉടനെ ഇന്ന് രാത്രി 1158 കോടി 13 ലക്ഷം ക്രെഡിറ്റഡ് എന്ന് പറഞ്ഞ് കേരളത്തിന്റെ അക്കൗണ്ടിലേക്ക് വരും എന്നതിനർത്ഥമില്ല. അതും ഗഡുക്കളായി ഘട്ടം ഘട്ടമായിട്ടാണ് വരിക. എന്താണ് അത് എപ്പോൾ തന്നെ കിട്ടും എന്ന കാര്യം അറിയില്ല. അപ്പോൾ നമ്മുടെ വാർഷിക ബജറ്റ് വെച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ നമ്മളെടുത്ത കടം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന 1000 കോടി ഒരു വലിയ തുകയാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ആ 1000 കോടിക്ക് വേണ്ടി പോയ 4-5 വർഷമായി പറഞ്ഞുകൊണ്ടിരുന്ന പ്രഖ്യാപിത ഇടതുപക്ഷ നയം ഇല്ലാതാക്കി ആ നയത്തിലേക്ക് ഒപ്പിടാൻ പോയി എന്ന് പറയുന്നതൊക്കെ വിശ്വസിക്കാൻ പ്രയാസമാണ്. എങ്ങനെയാണ് അത് പ്രതിപക്ഷം അതിനെ കാണുക, എങ്ങനെയാണ് അതിൻ്റെ മുന്നോട്ടേക്ക് പോക്ക്, അതിൽ വ്യക്തത ഉണ്ടാകുമോ എന്നൊക്കെ നമുക്ക് വരും മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളിൽ അറിയേണ്ടതാണ്. എന്തായാലും CPIയുടെ കടുത്ത എതിർപ്പിനിടെ കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതി PM ശ്രീയുമായി സംസ്ഥാന സർക്കാരും CPM മുന്നോട്ട് തന്നെയാണ്. നയങ്ങൾ പറഞ്ഞ് കിട്ടാനുള്ള കോടികൾ വേണ്ടെന്ന് വെക്കണോ എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നിഷ്കളങ്കമായ ചോദ്യം. ദേശീയ വിദ്യാഭ്യാസ നയത്തിന് എന്താണ് കുഴപ്പം എന്നുകൂടി മന്ത്രി കടത്തി ചോദിക്കുന്നു. കേന്ദ്രം നൽകുന്ന പദ്ധതികൾ കേരളത്തിന് ലഭിക്കണമെന്ന് പറഞ്ഞായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പദ്ധതിയിൽ ഒപ്പുവെച്ച നടപടിയെ ന്യായീകരിച്ചത്. CPIയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ല എന്ന സർക്കാരും CPIM-ഉം. എല്ലാ കാലത്തും ദേശീയ വിദ്യാഭ്യാസ നയത്തെ എതിർത്ത് നിൽക്കാനാകില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയിൽ താൻ നിലപാട് മാറ്റിയെന്നും മന്ത്രി. ഈ NEP എന്താണ് കുഴപ്പം ഒന്നൊന്ന് പറഞ്ഞേ. NEP എന്താ കുഴപ്പമെന്ന് പറഞ്ഞേ. ഞാൻ എൻ്റെ അഭിപ്രായം മാറ്റി. CPI മന്ത്രിമാരുടെ വകുപ്പുകൾക്ക് ലഭിച്ച കേന്ദ്ര ഫണ്ടുകൾ ചൂണ്ടിക്കാട്ടിയാണ് PM ശ്രീ പദ്ധതിയുടെ ഭാഗമാകാനുള്ള തീരുമാനത്തെ മന്ത്രി വി ശിവൻകുട്ടി ന്യായീകരിച്ചത്. പദ്ധതിയുടെ ഭാഗമായാലും മതനിരപേക്ഷതയിൽ വിട്ടുവീഴ്ചയില്ല. നയം പറഞ്ഞ് കിട്ടാനുള്ള കോടികൾ വേണ്ടെന്ന് വെക്കണോ എന്നും മന്ത്രിയുടെ ചോദ്യം. ഞാൻ പറയുന്നത് നമുക്ക് നയം പറഞ്ഞിട്ട് ഈ കിട്ടേണ്ട 1500 കോടിയും അതുപോലെ കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടണമെന്നാണ് പറയുന്നത്. ഒരു NEPയുടെ പേര് പറഞ്ഞിട്ട് ഈ കാശ് നഷ്ടപ്പെടാൻ വേണ്ടി ഗവൺമെന്റ് ആഗ്രഹിക്കുന്നില്ല. ഇടതു സർക്കാർ നടപ്പാക്കുന്നതെല്ലാം ഇടതു നയങ്ങളാണെന്ന തെറ്റിദ്ധാരണ വേണ്ട എന്ന പ്രതികരണമാണ് പദ്ധതിയെ ന്യായീകരിച്ച്
CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയം നടപ്പിലാക്കുന്ന ഒരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ് എന്നാണോ നിങ്ങൾ ധരിച്ചിട്ടുള്ളത്? ഞങ്ങൾക്ക് നയമുണ്ട്, പാർട്ടിക്ക്, ഇടതുപക്ഷ പാർട്ടികൾക്ക് നയമുണ്ട്. അതേസമയം പദ്ധതിയിൽ ഒപ്പുവെച്ചതിൽ സംസ്ഥാന സർക്കാരിനെ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് അഭിനന്ദിച്ചു. 24 തിരുവനന്തപുരം. PM ശ്രീ പദ്ധതിയിൽ പരസ്യ പ്രതിഷേധവുമായി CPI യുവജന സംഘടനകൾ. നാളെ തിരുവനന്തപുരത്ത് പ്രതിഷേധം നടത്തുന്ന AYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ പറഞ്ഞു, പദ്ധതിയിലെ ആശങ്ക സർക്കാരിനെ അറിയിക്കുമെന്ന് SFI നേതൃത്വം പ്രതികരിച്ചു. പദ്ധതിക്കെതിരെ KSU ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകൾക്ക് പ്രതിഷേധ മാർച്ചും നടത്തി. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് ഗുരുതര വീഴ്ചയുണ്ടായെന്നാണ് AYF വിമർശനം. മന്ത്രി ധൃതി കാണിച്ചെന്ന് സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ. വിദ്യാഭ്യാസ വകുപ്പിനും വിദ്യാഭ്യാസ മന്ത്രിക്കും വളരെ ഗുരുതരമായ വീഴ്ചയാണ് ഈ PM ശ്രീ പദ്ധതി ഒപ്പുവെക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ളത്. തൃശൂരിൽ പദ്ധതിക്കെതിരെ AESF പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി. പദ്ധതിയിൽ ഒപ്പുവെച്ചതിൽ SFI സംസ്ഥാന നേതൃത്വം ആശങ്ക രേഖപ്പെടുത്തി. അപ്പോൾ ഞങ്ങളുടെ ആശങ്ക ഞങ്ങൾ സർക്കാരിനെ ആ ഘട്ടത്തിലും അറിയിച്ചു. അപ്പോൾ ഈ ഘട്ടത്തിലും ഞങ്ങൾക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. ഞങ്ങൾ ആശങ്ക അതുപോലെ തന്നെ പങ്കുവയ്ക്കുന്നു. SFI കണ്ണൂർ, കാസർഗോഡ് ജില്ലാ സെക്രട്ടറിമാർ പദ്ധതിക്കെതിരെ രംഗത്തെത്തി. KSUവിന്റെ നേതൃത്വത്തിൽ വിവിധ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. അതേസമയം പദ്ധതിയിൽ ഒപ്പുവെച്ചതിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ ABVP നേതാക്കൾ നേരിൽ കണ്ട് അഭിനന്ദിച്ചു. ന്യൂസ് ഡെസ്ക് 24. പാർട്ടി എതിർപ്പ് അവഗണിച്ച് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച സർക്കാർ നിലപാടിനെ പരസ്യമായി എതിർക്കുകയാണ് CPI നേതാക്കൾ. മന്ത്രിസഭയെ ഇരുട്ടിൽ നിർത്തിയെടുത്ത തീരുമാനമെന്ന് കുറ്റപ്പെടുത്തി മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തി. നാണക്കേട് സഹിച്ച് മുന്നണിയിൽ തുടരണോ എന്നാണ് CPIയോട് UDFന്റെ ചോദ്യം. CPIനെതിരെ ആഞ്ഞടിച്ചാണ് CPI നേതാക്കൾ ഇന്ന് രംഗത്തെത്തിയത്. മന്ത്രിസഭ മാറ്റിവെച്ച അജണ്ടയിൽ എങ്ങനെ തീരുമാനം വന്നെന്ന ചോദ്യമായി മന്ത്രി GR അനിൽ. ക്യാബിനറ്റ് പിൻവലിച്ച ഒരു അജണ്ട ക്യാബിനറ്റിൽ വീണ്ടും അവതരിപ്പിക്കാതെ ക്യാബിനറ്റിനെ ഇരുട്ടിൽ നിർത്തി ഇത് എങ്ങനെയാണ് ഒപ്പുവെച്ചത് എന്നുള്ള കാര്യം ആദ്യം വിദ്യാഭ്യാസ മന്ത്രി പറയട്ടെ. CPI കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം K പ്രകാശ് ബാബുവിന്റെയും രാജ്യസഭാ കക്ഷി നേതാവ് P സന്തോഷ് കുമാറിന്റെയും പ്രതികരണങ്ങൾ ഇങ്ങനെ. ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഗോളി തന്നെ പോയി സെൽഫ് ഗോൾ അടിക്കാൻ തീരുമാനിക്കുന്ന ഒരു സാഹചര്യമാണ്. അത് മുൻപ് ഉണ്ടായിട്ടില്ലാത്ത ഒന്നാണ്. നയപരമായ കാര്യങ്ങളിൽ ഗവൺമെന്റ് സെക്രട്ടറി അതിൽ ഒപ്പിടാൻ പാടില്ലാത്തതാണ്. അപ്പം പിന്നെ അതെങ്ങനെ സംഭവിച്ചു? തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്ന് CPI ദേശീയ ജനറൽ സെക്രട്ടറി D രാജ. We are demanding the government in Kerala should withdraw from that MOU. CPIയോട് UDFന്റെ ചോദ്യം ഇങ്ങനെ. ക്യാബിനറ്റ് കൂടുമ്പോൾ വിട്ടുനിൽക്കുന്നു എന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല. അവർ അന്തസ്സുള്ളവരാണെങ്കിൽ ചെയ്യേണ്ടിയിരിക്കുന്നത് ഈ മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ച് പുറത്തു വരണം. സർക്കാർ തീരുമാനത്തിൽ RJD ഉൾപ്പെടെ ഘടകകക്ഷികളും അതൃപ്തി പരസ്യമാക്കി. ന്യൂസ് ഡെസ്ക് 24. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം വിറ്റു എന്ന് കണ്ടെത്തൽ. പോറ്റി തനിക്ക് സ്വർണം വിറ്റെന്ന് കർണാടക ബെല്ലാരിയിലെ വ്യാപാരി ഗോവർദ്ധൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. അതേസമയം പോറ്റിയുമായ തെളിവെടുപ്പിന് അന്വേഷണ സംഘം ബംഗളൂരുവിലേക്ക് തിരിച്ചു. കേസിൽ റിമാൻഡിലായ മുരാരി ബാബുവിന്റെ വീട്ടിൽ SIT പരിശോധനയും നടത്തി. ശബരിമലയിലെ ദ്വാരപാലക പാളികളിൽ നിന്ന് വേർതിരിച്ച സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റെന്ന നിർണായക കണ്ടെത്തലാണ് SIT നടത്തിയത്. ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി 476 ഗ്രാം സ്വർണം വിപണി വിലയ്ക്ക് വിറ്റത്. സ്വർണം വേർതിരിച്ചപ്പോൾ ബാക്കി വന്ന ഈ സ്വർണം പോറ്റിക്ക് നൽകിയത് സ്മാർട്ട് ക്രിയേഷൻസ് ആണ്. ഇക്കാര്യം ഗോവർദ്ധൻ SITയോട് സ്ഥിരീകരിച്ചു. 2012-13 കാലഘട്ടത്തിൽ ബംഗളൂരുവിലെ ശ്രീരാംപുര അയ്യപ്പക്ഷേത്രത്തിൽ വെച്ചാണ് പോറ്റിയുമായി പരിചയപ്പെടുന്നത്. ശബരിമലയിലെ പൂജാരി എന്ന് പറഞ്ഞാണ് പോറ്റി സ്വയം പരിചയപ്പെടുത്തിയത്. തന്നിൽ നിന്ന് സ്പോൺസർഷിപ്പിന്റെ പേരിൽ പലപ്പോഴായി പോറ്റി സ്വർണം വാങ്ങിയെന്നും ഗോവർദ്ധൻ SITക്ക് മൊഴി നൽകി. വിവാദങ്ങൾക്കിടെ ഇന്ന് ദേവസ്വം ബോർഡ് യോഗം ചേർന്നു. 2025 സ്വർണ്ണപ്പാളി കൈമാറ്റത്തിൽ വീഴ്ചയുണ്ടായെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ഈ വീഡിയോ ചിത്രീകരണത്തോടുകൂടി സുരക്ഷിത വാഹനത്തിലാണ് ഞങ്ങൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. പക്ഷെ ഒരു വീഴ്ച പറ്റി. എന്താണ് വീഴ്ച? സ്പെഷ്യൽ കമ്മീഷണർ അറിയിച്ചില്ല. അതൊരു വീഴ്ച തന്നെയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തെളിവെടുപ്പിന് SIT ബംഗളൂരുവിലേക്ക് തിരിച്ചു. ബെല്ലാരിയിലെത്തി വിറ്റ സ്വർണം വീണ്ടെടുക്കാൻ ശ്രമിക്കും. ഒപ്പം ചെന്നൈ അമ്പത്തൂരിലുള്ള സ്മാർട്ട് ക്രിയേഷൻസിലും തെളിവെടുപ്പ് നടത്തും. റിമാൻഡിലുള്ള B മുരാരി ബാബുവിന്റെ കോട്ടയം പെരുന്നയിലെ വീട്ടിൽ SIT പരിശോധന നടത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തിരിച്ചെത്തിയ ശേഷം മുരാരി ബാബുവിനായി അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകും.
കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക പീഠം കൈമാറിയ പള്ളിക്കത്തോട് സ്വദേശി വാസുദേവന്റെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തി. ബംഗളൂരുവിലെ സഹോദരിയുടെ വീട്ടിൽ വെച്ചാണ് മൊഴി രേഖപ്പെടുത്തിയത്. ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട രേഖകൾ വാസുദേവൻ പ്രത്യേക സംഘത്തിന് കൈമാറി. 24 തിരുവനന്തപുരം. കൊച്ചി പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ശിരോവസ്ത്ര വിവാദവുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. സ്കൂളിൽ തുടർന്ന് പഠിക്കാൻ ആഗ്രഹമില്ല എന്ന് കുട്ടിയുടെ പിതാവ് കോടതിയെ അറിയിച്ചു. തുടർ നടപടികൾക്കില്ലെന്ന് സംസ്ഥാന സർക്കാരും വ്യക്തമാക്കി. ഒടുവിൽ ശിരോവസ്ത്ര വിവാദം അവസാനിച്ചു. പ്രശ്നം രമ്യമായി പരിഹരിക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശം കക്ഷികൾ അംഗീകരിച്ചു. തുടർ നടപടിയില്ലെന്ന് എല്ലാ കക്ഷികളും വ്യക്തമാക്കി. ഇതോടെയാണ് ജസ്റ്റിസ് വി.ജി. അരുണിന്റെ ബെഞ്ച് ഹർജി തീർപ്പാക്കിയത്. കോടതി നടപടിയിൽ തൃപ്തിയെന്ന കുട്ടിയുടെ പിതാവ്. സ്കൂളിന്റെ കാര്യമൊന്നും തീരുമാനമായിട്ടില്ല. അതെ. എല്ലാ കുട്ടികളെയും ഒരുപോലെ പരിഗണിക്കുന്നതിന്റെ ഭാഗമായാണ് ശിരോവസ്ത്രം അനുവദിക്കാത്തതെന്ന് സ്കൂളിന്റെ അഭിഭാഷക കോടതിയിൽ പറഞ്ഞു. ശിരോവസ്ത്രം ധരിച്ചതിന്റെ പേരിൽ സ്കൂളിൽ വിലക്കേർപ്പെടുത്തുന്നത് ഭരണഘടനാപരമായ അവകാശങ്ങളിലുള്ള കടന്നുകയറ്റമെന്നായിരുന്നു സർക്കാർ നിലപാട്. എന്നാൽ പ്രശ്നം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹമില്ലെന്ന കുട്ടിയുടെ പിതാവിന്റെ നിലപാടിന് കോടതി പ്രാധാന്യം നൽകുകയായിരുന്നു. 24 കൊച്ചി. ഇനി കാണാം സ്കൂൾ കായികമേള വിശേഷങ്ങൾ. കേരള സ്കൂൾ കായികമേള co-sponsored by Bima Jewels, Golden Super Surprise. കേരള സ്കൂൾ കായികമേള അത്ലറ്റിക്സിൽ മലപ്പുറത്തിന്റെ ആദിത്യ അജിക്ക് ഡബിൾ. സീനിയർ പെൺകുട്ടികളുടെ 100 മീറ്ററിൽ സ്വർണം നേടിയ ആദിത്യ ഹഡിൽസിൽ ഒന്നാമതെത്തി. മലപ്പുറം നാവാമുകുന്ദ സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. ഈ കായികമേളയിലെ ആദ്യ ഡബിൾ നേടുന്നത് ആദിത്യയാണ്. അത്ലറ്റിക്സിൽ മലപ്പുറവും പാലക്കാടും ഇഞ്ചോടിഞ്ച് മത്സരം. സീനിയർ വിഭാഗം 110 മീറ്റർ ഹഡിൽസിൽ മലപ്പുറത്തിന്റെ ഫസലുൽ ഹക്ക് റെക്കോർഡോട് ഒന്നാമതായി. കഴിഞ്ഞ വർഷം തൃശൂരിന്റെ വിജയകൃഷ്ണൻ സ്ഥാപിച്ച റെക്കോർഡാണ്. 13.78 സെക്കൻഡിൽ ഓടിയെത്തി ഫസലുൽ ഹക്ക് മറികടന്നത്. ജൂനിയർ പെൺകുട്ടികളുടെ ഡിസ്കസ് ത്രോയിൽ കാസർഗോഡ് കുട്ടമത്ത് സ്കൂളിലെ സോനാമോഹനും ഇന്ന് റെക്കോർഡോടെ സ്വർണം നേടി. ഓവറോളിൽ തിരുവനന്തപുരം 1000 പോയിന്റ് പിന്നിട്ടു. തൃശൂർ രണ്ടാമതും കണ്ണൂർ മൂന്നാമതുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.